ഗുഡ് ഈവനിങ്, നമസ്കാരം. ഗൾഫ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻവീറും നിസാറുമാണ് ഫ്രം 360 റേഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. നാട്ടിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ജീവിതത്തിൽ കാശുണ്ടാക്കുക അല്ലെങ്കിൽ സമ്പാദിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ചില ഓഫേഴ്സൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ണ് മഞ്ഞളിച്ച് അങ്ങ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാതെ വളരെ ആവേശത്തിൽ കയറി ചില കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ബട്ട് അങ്ങനെ പല കാര്യങ്ങളിലും പെട്ടുപോകുന്ന വാർത്ത നമ്മൾ കാണാറുണ്ട്. ചില ആളുകൾ വളരെ നല്ല ലാഭമൊക്കെ വളരെ പെട്ടെന്ന് ഓഫർ ചെയ്യുമ്പോൾ അറിയാതെ നമ്മൾ ഇത്തരം വാർത്തകൾ കണ്ടാലും നമ്മളൊന്ന് വിശ്വസിച്ച് പോകും. കയ്യിലുള്ള നമ്മുടെ സകല സേവിങ്സും എടുത്ത് കൊണ്ടുപോടും. പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും ആ കമ്പനി പൊട്ടി പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പനി ചിലപ്പോൾ നിലവിലുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം വരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രവാസികളാണ് ഇതിന് ഇരയാക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ വിഷയം ഇന്ന് സംസാരിക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ നമ്മളെ ഖലീജ് ടൈംസിൽ തന്നെ ഇത്തരത്തിലൊരു വാർത്ത നമ്മൾ കാണുകയും ചെയ്തു അല്ലേ? അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു പറയുന്നത്, ബിസിനസ് ബേയിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് ഓഫീസ് ഉണ്ടായിരുന്നു. 10-40 ജീവനക്കാരൊക്കെ കമ്പനിയിൽ ഉണ്ടായിരുന്നു. അത്ര ഖലീജ് ടൈംസിലെ വാർത്തയിലുള്ള വിവരങ്ങളാണ്. അപ്പോൾ അത് പ്രകാരം മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല. 1-2 മാസം മുമ്പ് വരെയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രതികരണമൊന്നും കാണാത്തതുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത 2 പേര് ആ ഒരു ഓഫീസിലേക്ക് കയറിപ്പോയി. അവിടെ പോയ സമയത്ത് ബിസിനസ് ബേയിലാണെന്നാണ് പറയുന്നത്. അവിടെ പോയ ആ സമയത്ത് അവർ കണ്ടത് കാലിയായിട്ട് എല്ലാം വൃത്തിയാക്കി അടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫ്ലോർ മാത്രമാണ്. ഒരു പ്ലാസ്റ്റിക് ബാഗും പിന്നെ ഒരു മോപ്പോ എന്തോ ഇത്രയും 2 സാധനം മാത്രമാണ് അവിടെ ഉള്ളത്. ബാക്കി എല്ലാം തന്നെ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ആയിട്ടുള്ള അവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ചില ആളുകൾ പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ, കാരണം തുടക്കത്തിൽ ഇവർക്ക് മോശമില്ലാത്തൊരു പ്രോഫിറ്റ് അവർ നൽകിയിട്ടുണ്ട്. അപ്പം ഇവരുടെ ജീവിതത്തിലെ വലിയ സമ്പാദ്യം തന്നെ ഇതിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും വാഷ് ഔട്ടായി പോവുകയാണ്. ഇത് എവിടെ പോയതെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പോൾ ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഖലീജ് ടൈംസ് കണ്ട നമ്മളൊരു വാർത്തയായിട്ട് കണ്ട സംഭവമാണ്. അപ്പം ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിലും ഒട്ടും കുറവല്ല. ഇപ്പോൾ കേരളത്തിലൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ പല സമയത്ത് കാലം മുതൽ അതിൽ ഇപ്പോൾ പറയുന്നതിൽ ഏറ്റവും കേരളത്തിലെ ആദ്യത്തെ സംഘടിത തട്ടിപ്പ് എന്നൊക്കെ പറയുന്നതിൽ പെട്ട ഒന്ന് 1995-96 ആട് തേക്ക് മാഞ്ചിയം തട്ടിപ്പാണ്. നമ്മളത്ര അവെയർ ആയ ഒരു കാലഘട്ടത്തിലല്ല അത് നടന്നത്. നമ്മുടെ തൊട്ടുമുമ്പ് തലമുറയെ സംബന്ധിച്ച് അത് പ്രധാനപ്പെട്ട സംഭവമാണ്. അന്ന് പറയുന്നത് 25 കോടി രൂപയോളം അന്ന് അതിൽ തട്ടിയെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അന്ന് അതിൽ പറഞ്ഞിരുന്നത് എന്തോ ഒരു സംഭവ, ഒരു സ്ഥലത്ത് ആടും ഒപ്പം തേക്കും മാഞ്ചിയും എല്ലാം കൂടി ഒരുമിച്ച് കൃഷി ചെയ്യുകയും അതിൽ നിന്നൊരു വലിയ വരുമാനം എന്നുള്ള രീതിയിലൊക്കെയുള്ള സംഭവം. അങ്ങനെ കുറേ പൈസ കൊണ്ടേ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ടോട്ടൽ ഫോർ യു തട്ടിപ്പ് തിരുവനന്തപുരത്ത് നടന്നത് ഓർമ്മയുണ്ടോ? കേട്ടിട്ടുണ്ടോ? അതെ. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് നടന്ന 1-2 തട്ടിപ്പുകളുണ്ട്. ഈ നിക്ഷേപ തട്ടിപ്പുകളായിട്ടുള്ള സംഭവം, ഗോൾഡ് തട്ടിപ്പുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഫ്ലാറ്റിൻ്റെ തട്ടിപ്പുകളുണ്ട്. പല തരത്തിലുള്ള തട്ടിപ്പുകളാണ് നമ്മുടെ ഈ കാലത്ത് പല സ്ഥലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു തട്ടിപ്പെന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് തൻവീർ തോന്നുന്നത്? അല്ല, ഇതിൻ്റെ ബേസിക് സംഭവം ഇതാണ്. നമുക്ക് പണം എന്ന് പറയുന്നത് കാശ് വേണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബട്ട് ചിലപ്പോൾ നമ്മൾ ചിലതിന് ഷോർട്ട് കട്ടിലേക്ക് പോകുമ്പോൾ പറ്റുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഇവരൊക്കെ മുതലെടുക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു ജോലി ചെയ്ത് ശമ്പളമൊക്കെ കൂട്ടി വെച്ച് നിങ്ങൾക്ക് എപ്പോൾ ഒരു കാശ് ഉണ്ടാവാനാണ്, അതിനേക്കാളും വലിയൊരു ഓഫറാണ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ടാവും. ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഇത്ര കാശ് ഉണ്ടാക്കാം. ആ ഒരു ഓഫറിലാണ് വീണു പോകുന്നത്. നമ്മുടെ സൈക്കോളജിക്കലായിട്ട് അവർ നമ്മളെ ആ രീതിയിലാണ് നമ്മളെ വശീകരിക്കുന്നതെന്ന്, ബ്രെയിൻ വാഷ് ചെയ്യുന്നതെന്ന് വേണം പറയാം. അവർക്ക് നല്ല വാക്സാമർത്ഥ്യമുള്ള ആളുകളായിരിക്കും. നമ്മളെ നന്നായിട്ട് എങ്ങനെ നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിലേക്ക് എത്തിക്കണമെന്ന് കഴിവുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ ആട് തേക്ക് മാഞ്ചി എന്നൊക്കെ പറഞ്ഞ പോലെ എൻ്റെയൊക്കെ ഓർമ്മയിലുള്ളത് ഒരു ബ്രാൻഡ് നെയിം ഞാൻ പറയുന്നില്ല, ആ ബ്രാൻഡ് അല്ലാതെ നമ്മൾ കാണുന്നുണ്ട്. പറഞ്ഞ പോലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് തട്ടിപ്പാണ്. ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക, അല്ല ഒരു കാശ് അവർക്ക് കൊടുക്കുക, ആ കാശ് കൊടുത്ത് അതിന് തുല്യമായിട്ടുള്ള പ്രോഡക്റ്റ് അവർ നമുക്ക് തരും. എന്നിട്ട് നമ്മളെ താഴെ 2 പേരെ ചേർക്കുക, അവരെ ചേർക്കുക. അതെ, എന്താ നമുക്ക് അത് ഭയങ്കര ക്വാളിറ്റി ആണെന്നൊക്കെ, അതായത് ഇല്ല ഞാൻ, പക്ഷെ നമ്മൾക്ക് എനിക്ക് എൻ്റെ ഫാമിലിയിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അല്ല, അപ്പോൾ ഞാൻ ചെറുതാണ്. അപ്പോൾ അത് അന്നൊക്കെ വലിയ സംഭവമായിരുന്നു. ഇവർ ഒരു ഇവൻറ്റ് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ ഇവൻ്റൊക്കെ വളരെ ഗ്രാൻഡ് ഇവൻ്റ് ആയിരുന്നു. അവരവിടെ ഫുൾ സെലിബ്രേഷൻ ആയിരുന്നു പോയിട്ട്. അവിടെ പിന്നെ അവിടുത്തെ ഇവർക്ക് ലീഡേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ
എന്താ മറ്റേ ബെൻസ് കാർ വാങ്ങിച്ചു, BMW കാർ വാങ്ങിച്ചു, അതിന്റെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ പോയിട്ടുണ്ടല്ലേ അതിന്റെയൊക്കെ പല വേർഷൻസ് ഇപ്പോഴും നടക്കണം. ഞാൻ ഇതിന്റെ മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. മീറ്റിംഗ് ഞാനും പോയിട്ടുണ്ട്. അതൊന്നും സംബന്ധിച്ചാൽ സെലിബ്രേഷൻ കാണണം. സെലിബ്രേഷൻ അത് എനിക്കൊരു ബിസൈർ അങ്ങനത്തെ ഒരു കമ്പനി ആയിരുന്നു. പിന്നെ കമ്പനി ഇപ്പം ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പേരെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ നാട്ടിലൊരു ദിവസം ഈ പറഞ്ഞ പോലെ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം തോന്നുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാരം നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, എടാ ഒരു പരിപാടി ഉണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പ്രശ്നം, നമുക്ക് പോയി നോക്കാം, കാരണം വണ്ടിയുണ്ട്, ഫുഡ് അവർ വാങ്ങിത്തരും, എല്ലാ സെറ്റപ്പും ഉണ്ട്, കാരണം വേറെ ഒരു ഫ്രണ്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അങ്ങനെ 4-5 പേര് നമ്മൾ പിന്നെ ആ ഒരു മീറ്റിങ്ങിലേക്ക് പോയി. എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ അപ്പുറത്താണ് പരിപാടി നടക്കുന്നത്. അങ്ങനെ അവിടെ എത്തിയ ഒരു ഹാളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. അവിടെ ഒരുപാട് ആളുകളുണ്ട്, നമ്മൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ. അപ്പോൾ നമ്മൾ താഴെ ടീംസ് നോക്കുന്ന സമയത്ത് അപ്പം ഒരു പുള്ളി വണ്ടിയിൽ ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ പുള്ളി നമ്മൾ കാണുന്നില്ല, പുള്ളി വരുന്നു, ഭയങ്കര കോട്ടും എന്നൊക്കെ ഇട്ട് വരുന്ന സമയത്ത്, പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ വരുന്നപ്പോഴേക്ക് ഒരുപാട് മുന്നിൽ നിൽക്കുന്ന കുറേ ആളുകൾ ഭയങ്കര കൈയടി, ഹീറോയ്ക്ക് ഒരു ഏതൊരു ഏട്ടനോ എന്തോ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് പുള്ളി വരുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ പുള്ളിയുടെ കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ പ്രസംഗമാണ്. അതായത് പുള്ളി പറയുന്നത്, നിങ്ങൾക്ക് അന്നത്തെ എനിക്ക് തോന്നുന്നൊരു 15-20 വർഷത്തിന് മുമ്പാണ്. അപ്പോൾ അന്ന് പുള്ളി പറയുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു പാൻറ്റ് വാങ്ങണമെങ്കിൽ 3000 രൂപ വേണം. അന്ന് നമ്മൾ 500 രൂപയുടെ പാൻറ്റാണ് മാക്സിമം ഇടുന്നത്. 3000 രൂപ ഇല്ലാതൊരു പാൻറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ഷർട്ട് വേണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2500 രൂപ വേണം. നിങ്ങളൊരു ഷൂ വാങ്ങണമെങ്കിൽ മിനിമം ഒരു 2500-2000 രൂപയെങ്കിലും വേണം. നമ്മൾ അന്ന് ആകെ നമ്മുടെ ബജറ്റ് എന്ന് പറഞ്ഞാൽ 1200 രൂപയാണ്. അപ്പോൾ ആ സ്ഥാനത്താണ് നമ്മുടെ മുന്നിൽ ഇരുന്നിട്ട് ഈ പുള്ളി ഇത്രയും വലിയ ഡയലോഗ് അടിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കാർ നിങ്ങൾ കണ്ടില്ല, അതൊരു മിനി കൂപ്പർ, ഏതൊരു വണ്ടി, എനിക്ക് വണ്ടി ഓർമ്മയൊന്നും കിട്ടുന്നില്ല, അപ്പോൾ കുറേ മുമ്പായതുകൊണ്ട്. അങ്ങനെ ഈ വണ്ടിയിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്, നിങ്ങൾക്കും ഇങ്ങനെ വളരേണ്ടതെന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഭയങ്കര കൈയടി. ഇത് ആ ബന്ധുവിലായിക്കൂടെ നമ്മളെന്തിനു കൈയടിക്കുന്നത്? നമ്മൾ 4-5 പേര് ഈ വന്ന് ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ നിൽക്കുന്നു. നമ്മുടെ കൂടെ വന്നൊരുത്തർ ഭയങ്കര ഇതുണ്ട്, അവനും ഭയങ്കര കൈയടി. അങ്ങനെ ഓക്കെ ശരി, നിങ്ങൾ വെറും 14,500 രൂപ മാത്രം നിക്ഷേപിച്ചാൽ മതി. 14,500 18,000 അത്ര 2 സംഭവം. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കോടീശ്വരനാവാം. ഇതാ തൃശ്ശൂരുള്ള ഇന്നയാൾ വളരെ എളുപ്പത്തിലാണ് കോടീശ്വരനായത്, ഇന്നയാൾ ഇത്ര എളുപ്പത്തിലാണ് കോടീശ്വരനായത്. ഫുൾ ഇതാണ് നടക്കുന്നത്. ഇത് കേൾക്കുന്ന ആളുകളുടെ ഉള്ളിൽ ആ ഒരു താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഇതാവും. നമ്മുടെ ഉദ്ദേശം ചോറും ഫുഡ് കഴിക്കുന്നു, വണ്ടിയിൽ ഒന്ന് കറങ്ങി വരുന്നുള്ള ഒറ്റ ഉദ്ദേശം ആയതുകൊണ്ട് മാത്രം നമ്മളെ വല്ലാണ്ട് ഇത് ബാധിച്ചില്ല. പക്ഷേ തിരിച്ചു വന്ന് നമ്മളൊപ്പം തന്നെ പറഞ്ഞു, എടാ അത് മൊത്തം ഉടായ്പാണ്, കാരണം ഒരു സുഖമില്ലാത്ത സംഭവമാണ് കേൾക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ. അവിടെ എന്തായാലും ഇല്ല എന്ന് കൊണ്ടുപോയ ആളോട് പറഞ്ഞു. പക്ഷേ നമ്മുടെ കൂടെ ഉള്ളൊരു ഫ്രണ്ട് ഒന്നും നോക്കാതെ പൈസ അതിൽ കൊണ്ടുപോയിട്ടു. ഉമ്മാനോട് പൈസയൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞാൻ കോടീശ്വരനാവും എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ടു. ആ പൈസ മുഴുവൻ പോയി. 1 രൂപ പോലും അത് കിട്ടാതെ അത് മുഴുവനായിട്ട് പോയിരുന്ന സംഭവം. കുറച്ചൊക്കെ കിട്ടും. അതെ, അത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അന്ന് ഞാൻ പറഞ്ഞ ആ ഒരു സമയത്ത് ഈ +2 ഒക്കെ പഠിക്കുന്ന ഒരു സമയത്ത് അന്നൊരു 15,000 രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ലല്ലോ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്. അങ്ങനെ അവൻ്റെ ക്യാഷ് മുഴുവൻ പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതും പാവം കുറേ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ നിന്നിട്ടുണ്ടാക്കി കുറേ പൈസയായിരുന്നു. പിന്നെ ഉമ്മാനോട് കുറേ കടം വാങ്ങിയ പൈസയായിരുന്നു. ഇങ്ങനെ ഇതെല്ലാം കൂടെ പോകുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും ഫസ്റ്റ് ലെവൽ എനിക്ക് കണ്ടത് ഓർമ്മയുള്ളത് ഇപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതും കുട്ടിക്കാലത്താണത്. അന്ന് പിന്നെ എന്തോ ഒരു ഈ മൾട്ടി ലെവലിൻ്റെ ആദ്യത്തെ രീതി ഞാൻ അന്നാണ് കാണുന്നത്. അന്ന് എന്തോ കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരു സംഭവത്തിൽ ജോയിൻ ചെയ്യുന്നു. ഇവർക്ക് വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ കിട്ടുന്നു, ഈ ബക്കറ്റ് പോലത്തെ, സോപ്പിൻ്റെ പോലത്തെ. അതെ അതെ, അതൊരു ജനകീയമായിട്ടുള്ളൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ വീട്ടിൽ ആ സമയത്താണ് ഒരുപാട് സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ഒരുപക്ഷെ വാങ്ങാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വാങ്ങാൻ മടിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് വരുന്നു. ഒരു വലിയ ഡബ്ബ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, വലിയ ഒരു ബക്കറ്റ് പോലത്തെ ഒരു വലിയ സംഭവം, അത് പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറേ എല്ലാം ഓർമ്മയിൽ നിന്ന് കുറേ പോയിട്ടുണ്ട്. എന്നാൽ പോലും കുറേ സംഭവങ്ങൾ വരുന്നു. പക്ഷെ പിന്നീട് അത് എല്ലാം എന്തൊക്കെയോ ആയി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും വീട്ടിലന്ന് ഉമ്മ മുടക്കിയ പൈസക്കുള്ള സംഭവങ്ങളൊക്കെ അന്ന് കിട്ടിയിട്ടുണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ സംഭവമാണ്. പിന്നെ മറ്റു ചിലത് നിക്ഷേപ തട്ടിപ്പുകളാണ് മെയിനായിട്ട് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളോട് പറയുന്നത് ഇപ്പോഴും പല കോളുകൾ നമുക്ക് വരുന്നുണ്ടാവും. കാരണം 1000 രൂപ നിങ്ങൾ ഇടുകയാണെങ്കിൽ 1500 രൂപ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളൊരു 1,00,000 രൂപ ഇടുകയാണെങ്കിൽ മാസം നിങ്ങൾക്ക് അതിൻ്റെ 30% ലാഭം തരാമെന്ന് പറയും. നമ്മൾ സ്വാഭാവികമായിട്ടും ഏതൊരു ബിസിനസ്സിലും എന്തിലും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾക്ക് എത്രയാണ് ഒരു ബിസിനസ്സിൻ്റെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒരു 1000 രൂപയ്ക്ക് 300 രൂപ
അതിന് ഇൻട്രസ്റ്റ് കിട്ടുക അല്ലെങ്കിൽ അതിൻ്റെ ലാഭവിഹിതം കിട്ടുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഫ്ലോപ്പാണ്, ഏറ്റവും വലിയ പരാജയമുള്ള സംഭവമാണ്. അത് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നം ഈ എല്ലാ തട്ടിപ്പുകളിലും ഉള്ളൂ. അതെ അതെ. അല്ല, ഇതാണ് ഈ ഇത്രയും ഇത് പോസിബിൾ അല്ല അങ്ങനെ ഒരാൾക്ക് ഇത്ര അധികം ലാഭം തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്രയും ലാഭം തരുന്നൊരു ബിസിനസ് ആണെങ്കിൽ അവരിങ്ങനെ നിങ്ങളെ മുമ്പിൽ വന്ന് ഇങ്ങനെ കെഞ്ചി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് അല്ലാതെ തന്നെ അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും പോലുള്ള ആളുകളെടുത്തിട്ട് അവർക്കിത് കിട്ടും. ഇവർ ഈ പറഞ്ഞ പോലെ വളരെ വൾണറബിൾ ആയിട്ടുള്ള ആളുകളെയാണ് ഇവർ പിടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ആദ്യം നമ്മൾ പറഞ്ഞ ചെറിയ ലെവൽ തട്ടിപ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയിലേക്ക് കയറാൻ നിൽക്കുന്ന ആളുകൾ അവരെന്തായാലും ആ ഒരു പ്രായത്തിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും സ്റ്റുഡൻസ്, ആ ഒരു യുവാക്കളുടെ ഇടയിൽ. അപ്പോൾ അവർ വീട്ടുകാരും അവരെ സഹായിക്കും, രക്ഷപ്പെടട്ടെ, 20,000 രൂപയല്ല, ഒരു മല പണയം വെച്ചിട്ടോ വള പണയം വെച്ചിട്ടോ ആണെങ്കിൽ അവരതിന് കൊടുക്കും, അത്തരത്തിലുള്ള ആളുകൾ. പിന്നെ ഈ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ് ആളുകൾ, അവർ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന, തനിക്ക് മുകളിലുള്ള ആളുകളെ നോക്കി ജീവിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഇതാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ കാറ് വാങ്ങിക്കണ്ടേ, കുറച്ച് മെച്ചപ്പെടണ്ടേ എന്ന് കരുതി നിങ്ങൾക്കുള്ള സമ്പാദ്യം ഇതിലേക്ക് ഇടുക. നമുക്കിതിന് സേഫായിട്ടുള്ള കുറേ മാർഗ്ഗങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കമ്പനിയുടെ പ്രവർത്തന പാരമ്പര്യം നോക്കാം, എത്ര വർഷമായിട്ട് ആ കമ്പനി നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നോക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു കമ്പനി ആകുമ്പോൾ നമുക്ക് അറിയില്ല അതിൻ്റെത്. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് അത്തരത്തിലുണ്ടല്ലോ. നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുള്ളത്. പിന്നെ പ്രവാസികളാണ് ഇതിനകത്ത് കൂടുതൽ എക്സ്ട്രാ ഒരു കെയർ നടത്തേണ്ടത്. പ്രവാസികൾക്ക് പറഞ്ഞ പോലെ പലപ്പോഴും നാട്ടുമായി ബന്ധപ്പെട്ട് വലിയ കണക്ഷൻ ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ പ്രവാസികൾ ഇവർ പ്രതീക്ഷിക്കുന്നു, കാരണം വലിയൊരു സേവിങ്സ് ഉണ്ടാവുന്ന ഒരു വിഭാഗം എന്നുള്ള നിലക്ക് പ്രവാസികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ വരുന്നത്, ഇപ്പം നാട്ടിൽ ഒരു പർട്ടിക്കുലർ മുകളിൽ സാലറി ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് ഒരു 5,000 ദിർഹത്തിലോ ഒരു 10,000 ദിർഹത്തിൻ്റെയൊക്കെ മുകളിൽ സാലറി ഉള്ള പ്രവാസികളെ സംബന്ധിച്ച് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പം നാട്ടിൽ പറയാം നിങ്ങൾ മാസം ഒരു 10,000 രൂപ തന്നാൽ മതി എന്നായിരിക്കും പറയാം. അപ്പോൾ ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 400 ദിർഹമല്ലോ, 450 ദിർഹമല്ലോ, കുഴപ്പമില്ല പോട്ടെ, നമുക്ക് ഇതല്ല. പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരാളിൽ നിന്നല്ല ഇവരിത് വാങ്ങുന്നത്. ഒരു ബഞ്ചോ എത്ര പറയാം, ഒരു N നമ്പേഴ്സ് ആണ് വരുന്നത്. ഇതിലൂടെയാണ് ഇവരുടെ ഏറ്റവും വലിയ തട്ടിപ്പിൻ്റെ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങളൊരു 100 ദിർഹം കൊടുക്കുക എന്നുള്ളതിൽ ഒപ്പുറം നിങ്ങളൊരു വലിയ തട്ടിപ്പിന് പ്രോത്സാഹനം നൽകുകയാണ് ചെയ്യുന്നത്. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടം ആ 100 ദിർഹം മാത്രമായിരിക്കും. അത് തന്നെ നിങ്ങൾ അധ്വാനിച്ച പൈസയാണ്, വാട്ടവർ. ഈ 100 ദിർഹമാണെങ്കിൽ പോലും നിങ്ങൾ അധ്വാനിച്ച 2,000-2,500 രൂപയാണ് അവിടെ പോകുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വലിയൊരു തട്ടിപ്പിലേക്ക്, അത് പോവാണെങ്കിൽ പോട്ടെ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ വരുന്നതോടുകൂടെ സംഭവിക്കുന്നത്, നിങ്ങൾ വലിയൊരു തട്ടിപ്പിന് കുട പിടിച്ചു കൊടുക്കുകയാണ്. കാരണം അവർക്കതൊരു പ്രചോദനമാണ്. ഇവൻ്റെ അടുത്ത് കിട്ടി, സ്വാഭാവികമായിട്ടും അടുത്ത ആളുടെ അടുത്ത് വരുമ്പോൾ അവനും തരുമല്ലോ, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാമല്ലോ എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിയർ ഓഫ് എന്താ പറയുക, പേടി, ഞാൻ ഒന്നും ആവാതെ പോകുമോ എന്നുള്ളൊരു പേടി. കാരണം ഇവർ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ആളുകൾ, അതുപോലെ തന്നെ നിക്ഷേപ തട്ടിപ്പിൻ്റെ ആളുകളൊക്കെ നമ്മളടുത്ത് വന്നിട്ട് പറയുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പിന്നെ അതിന് മുമ്പ് വിളിച്ചിരുന്നേ, അപ്പോൾ എനിക്ക് താല്പര്യമില്ല, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ആ ഒരു മാനസികാവസ്ഥയിലല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, നിങ്ങൾ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ഷെയർ നിങ്ങൾ എടുത്തിരുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു ഷെയറിന് 30 ദിർഹം വെച്ച് കിട്ടിയിരുന്നു, ഇപ്പം നിങ്ങൾ എത്ര ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. അല്ല, അന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത്? എനിക്ക് താല്പര്യമില്ല ബ്രോ, എനിക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. അന്ന് എനിക്കറിയില്ലല്ലോ നിങ്ങൾക്ക് എന്താ താല്പര്യമില്ലാതെ. അപ്പോൾ ഞാൻ നിന്നോട് പറയണ ആവശ്യമുണ്ടോ എനിക്കെന്താ താല്പര്യമില്ലാത്തത്? അത് എൻ്റെ ചോയ്സ് അല്ലേ. അപ്പോൾ പിന്നെ അപ്പോൾ നിങ്ങൾ എന്നോട് എന്തിനാ അത്ര സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കുന്നില്ലല്ലോ, ഞാൻ എന്തോ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുത്തതെന്ന് വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ശല്യമായി മാറുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പോൾ ആ 30 ദിർഹത്ത്, അയ്യോ 30 ദിർഹം എനിക്ക് പോയല്ലോ, അത് എന്നുവെച്ചാൽ അത് എന്താ പറയുക, അത് നിങ്ങളതിന് തയ്യാറാണെങ്കിൽ, നിങ്ങൾ മാനസികമായിട്ടും നിങ്ങൾ ശാരീരികമായിട്ടും ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാം. അത് കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴി ആയിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നാട്ടിലേക്കാണെങ്കിൽ ഒരുപാട് ഒഫീഷ്യലി അപ്രൂവ്ഡ് ഏജൻസികളുണ്ട്, ഇവിടെയുണ്ട് ഒഫീഷ്യലി അപ്രൂവ്ഡ് ഏജൻസികളുണ്ട്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു വ്യക്തികൾ, നിങ്ങളെ ഫോണിൽ വിളിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും കൊടുത്തിട്ട് നിങ്ങളുടെ പൈസ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വെറും മണ്ടനായി പോവുകയാണ്. നിങ്ങളുടെ എല്ലാ സമ്പാദ്യവും, നിങ്ങളുടെ ജീവിതത്തിൽ കുറേ പൈസയൊക്കെ വെറുതെ ആർക്കോ വേണ്ടിയിട്ട് എന്തിനോ വേണ്ടിയിട്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടാവുകയാണ്. നിങ്ങൾ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതല്ലെങ്കിൽ മറ്റൊരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരും. കാരണം നിങ്ങൾ കൃത്യമായിട്ട് പണിയെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് ചിലപ്പോൾ വലിയ ഓഫീസ് ഉണ്ടാവും, ചിലപ്പം നഗരത്തിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഏരിയയിലായിരിക്കും അവർക്ക് ഓഫീസ് ഉണ്ടാവും, ഏറ്റവും വലിയ സ്ഥാപനമായിരിക്കും, ഒരുപാട് എംപ്ലോയീസിനൊക്കെ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടാവും. കുറച്ച് റെന്റും ക്രെഡിറ്റും കൊടുത്തത് എവിടെയും കിട്ടും എന്നുള്ളതാണ് അതാണ് സംഭവം. ഇത് എവിടെയും കിട്ടുമെന്നുള്ളതാണ്. അവർ അത്തരത്തിലുള്ള ലൊക്കേഷൻ ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത് പോലും ഇത്തരത്തിലുള്ള ആളുകളെ വിശ്വസിപ്പിക്കാൻ ഇപ്പം വേണ്ടിയിട്ടാണ്. ഒരു പ്രൈം ലൊക്കേഷനിൽ ഇവരൊരു ഓഫീസ് വെക്കുന്നത് എന്തുകൊണ്ടാണ്? വെറുതെ ഒന്നല്ല, അത് അവർക്ക് ഏതെങ്കിലും ചെറിയൊരു ഓഫീസ് വെച്ചാൽ പോലെ, ചെറിയ സ്ഥലത്ത് വെച്ചാൽ പോലെ, പക്ഷെ അത് അവർക്ക് അത് കാണിച്ചു കൊടുക്കണം ആളുകളെ, ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തെ ഇന്ന ബിൽഡിങ്ങിൽ ഇന്ന ഓഫീസ് ഉണ്ടെന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഈ ആളുകളെ പറ്റി കുറച്ച് പൈസ ഉണ്ടോ, നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. സ്വന്തം പൈസ ഇല്ലാത്തടത്തോളം കാലം നമുക്ക് എവിടെ എന്ത് ഓഫീസ് ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നൊരു കാര്യം വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കൂടുതൽ കരുതിയിരിക്കുക എന്നുള്ള മാത്രമാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേരിൽ അത് ചിലപ്പോൾ ഒരുപാട് ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ അത് കുറച്ചും കൂടെ നെഗറ്റീവ് ആവേണ്ട ഒരു സാഹചര്യത്തിലാണ്. പൈസയാണ് നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. എക്സാക്ട്ലി. അപ്പോൾ എന്തായാലും ആ ഒരു കരുതൽ ഉണ്ടാവുക. നിരന്തരം ഇത്തരം വാർത്തകൾ വരുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രവാസികളെ അത് ബാധിക്കുന്നുണ്ടാണ് ഈ ഒരു വിഷയം നമ്മൾ ഇന്ന് എടുത്തത്. എന്തായാലും താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.